നമസ്കാരം. കേരള സർക്കാർ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മുഖ്യ തസ്തികയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ ഗൗരവപൂർവ്വം കാത്തിരിക്കുന്ന PSC പരീക്ഷയിലൂടെയാണ് ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അതിയായ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയെ പറ്റി ഒരു വ്യക്തമായ ചിത്രം നൽകാൻ കഴിയുന്ന ക്ഷീരമേഖലയിലെ ഒരു പ്രഗത്ഭ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ദീർഘകാലമായി ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ച് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഡയറി മേഖലയിലെ ഒരു എക്സ്പേർട്ട് കൂടിയായ ശ്രീ SP ശിവകുമാരൻ തമ്പി സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സർ, നമസ്കാരം, സ്വാഗതം. സർ, കേരളത്തിലെ ക്ഷീരവികസനത്തിന് മഹനീയമായ സംഭാവനകൾ നൽകിയ ഒരു പ്രധാന സർക്കാർ വകുപ്പാണല്ലോ ക്ഷീരവികസന വകുപ്പ്. കേരള PSC നടത്തുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ എഴുതി ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നല്ലൊരു ജോലി സമ്പാദിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് അധികവും ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരും. 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഈ PSC പരീക്ഷയെ പറ്റി ഒരു വിശദീകരണം നൽകാമോ? ഈ പരീക്ഷയെ സംബന്ധിച്ച് ടെസ്റ്റും ഇൻ്റർവ്യൂവും രണ്ടുമുള്ള ഒരു പരീക്ഷയാണ് ഇത്. PSCയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞിട്ട് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ 100 മാർക്കിനുള്ള ടെസ്റ്റാണ് അതിനകത്തുള്ളത്. ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണം കിട്ടും. ആ ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ഷീരവികസന വകുപ്പ് ഒരു സാങ്കേതിക വകുപ്പാണ്. ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ വകുപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാലുൽപാദനത്തിനെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് വിജ്ഞാന വ്യാപനം നടത്തുക, ക്ഷീര സഹകരണ സംഘങ്ങളുടെ ഭരണ മേൽനോട്ടം, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ നിർവഹിക്കുക എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ കൂടെ ഫോഡർ കൾട്ടിവേഷൻ, ഡയറി എക്സ്റ്റൻഷൻ, ഡയറി ക്വാളിറ്റി കൺട്രോൾ, ക്ലീൻ മിൽ പ്രൊഡക്ഷനെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുമുണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലുമുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൻ്റെ കാര്യത്തിലും ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർക്ക് വ്യക്തമായ പങ്ക് വഹിക്കാനുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ക്ഷീരവികസന വകുപ്പ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് സർ? ഗ്രാജുവേഷനാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 സയൻസ്, ബയോളജി, മാത്തമാറ്റിക്സ് ഇവ ഉൾപ്പെടെ പഠിച്ച് +2 ജയിച്ചിട്ട് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഓക്കെ സർ, ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എപ്പോഴാണെന്ന് കൂടി ഒന്ന് പറയാമോ? നിലവിലുള്ള ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് 2024 ഡിസംബർ 5-നാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണല്ലോ. അപ്പോൾ 2027 ഡിസംബറിൽ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. ഇതിന് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ നടത്താനായിട്ടും ഒരുപാട് അപേക്ഷകരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കും. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ വളരെ താമസിക്കാതെ തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർ, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന് അർത്ഥമല്ലേ സർ? തീർച്ചയായും. 2023 PSC വിജ്ഞാപനം അനുസരിച്ച് 1 ലക്ഷത്തിൽ പരം ആളുകൾ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ട് ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവാനാണ് സാധ്യത. വളരെ അടുക്കും ചിട്ടയോടുകൂടിയുള്ള ഒരു പരിശീലനം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ മുൻപന്തിയിലേക്ക്, ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും സർ. സർ, നമുക്ക് അടുത്തത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ പരീക്ഷയിലെ സിലബസിനെ പറ്റി ഒന്ന് പറയാമോ? ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, പിന്നെ കൂടാതെ ബേസിക് ഡയറി സയൻസ്, ഇത്രയാണ് ഉള്ളത്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ബേസിക് ഡയറി സയൻസ് ഇവയ്ക്ക് 20 മാർക്ക് വീതമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് 100-ന് 86ആയിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഒരു ചിട്ടയ പരിശീലനം ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ടെസ്റ്റിൽ 400 ചില്ലുവാനും പേരുടെ
ലിസ്റ്റാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിച്ചത്. സർ, അടുത്തത് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ളതും ആഗ്രഹമുള്ളൊരു ചോദ്യമാണ്. നിലവിൽ ഈ തസ്തികയിൽ എത്രത്തോളം പോസ്റ്റുകളാണ് ഉള്ളത്? ഈ തസ്തികയിൽ 300ഓളം തസ്തികയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുടേതായിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിൽ ഒരു ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറും 2 ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുമുള്ള ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റുകളാണുള്ളത്. ഇത് കൂടാതെ ഗ്രാമപഞ്ചായത്തുകൾ, അതായത് ഡയറി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലും കുറച്ച് യൂണിറ്റുകളുണ്ട്. ഇനിയും അതുപോലെ ഡയറി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ യൂണിറ്റ് വരാനുള്ള സാധ്യതകളുമുണ്ട്. ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ജൂൺ മാസം അവസാനം വരെ നോക്കുമ്പോൾ 70-ൽ പരം ആളുകൾക്കാണ് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. അടുത്തത്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന തസ്തികയെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ തന്നെ മിക്കവരും ചോദിക്കുന്നതാണ്, ഡയറി ഫാമിലാണോ ജോലി ചെയ്യുന്നതെന്നാണ്. ശരിക്കും സർ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുടെ ജോലി? ഇതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാമോ? ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർക്ക് കൃഷിക്കാരുമായിട്ട് കട്ടിംഗ് എഡ്ജിൽ ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. സ്വാഭാവികമായിട്ട് ഫോഡർ കൾട്ടിവേഷൻ, വിജ്ഞാന വ്യാപനം, ഡയറി ക്വാളിറ്റി കൺട്രോൾ, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ, ഇങ്ങനെ കർഷകർക്ക് ആവശ്യമായ അറിവുകൾ പകർന്നു കൊടുത്തതിനൊപ്പം തന്നെ ക്ഷീര സഹകരണ സംഘങ്ങളുടെ ഭരണ നിർവഹണത്തിലും കാര്യമായ പങ്ക് വഹിക്കാറുണ്ട്. 1969 കേരള സഹകരണ നിയമം അനുസരിച്ച് വകുപ്പ് 29, വകുപ്പ് 64 എന്നിവയുടെ അധികാരങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ കൂടെ നിക്ഷിപ്തമായിട്ടുള്ള ഒരു തസ്തികയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ. ഒരു നോൺ ഗസറ്റഡ് തസ്തികയിൽ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു വകുപ്പാണ് ക്ഷീരവികസന വകുപ്പ്. അതിലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർ സ്വാഭാവികമായിട്ട് സഹകരണ സംഘങ്ങളുടെ ഇലക്ഷൻ, അതേപോലെ തന്നെ ആർബിട്രേഷൻ കേസുകൾ, അതുപോലെ സഹകരണ സംഘത്തിലുള്ള എൻക്വയറികൾ, പരിശോധനകൾ, ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ കൂടെ ഉള്ള ഒരു തസ്തികയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടേത്. പിന്നെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതിയുടെ പ്ലാനിങ്ങും നടത്തിപ്പും, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളുടെ നടത്തിപ്പും ഒക്കെ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുടെ ജോലിയാണ്. ബ്ലോക്ക് തലത്തിലുള്ള ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പ്രൊമോഷൻ പോസ്റ്റായ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറാണ് ആ ഓഫീസിൻ്റെ മേലധികാരി. ആ ഓഫീസാണ് ആ ബ്ലോക്കിലുള്ള ക്ഷീരസഹകരണ സംഘങ്ങളുടെയും കർഷകരുടെയും ക്ഷീരകർഷകരുടെയും ക്ഷേമത്തിനും അവരുടെ മാതൃകാപരമായ പരിപാടികൾക്കുമൊക്കെ തന്നെ നേതൃത്വം വഹിക്കേണ്ടത്. ഓക്കെ സർ. അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുടെ ശമ്പളം, കരിയർ ഗ്രോത്ത് ഇവയൊക്കെ എന്തൊക്കെയാണ്? പ്രൊമോഷൻ സാധ്യതകളൊക്കെ എങ്ങനെയാണ് സർ? ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ഷീരവികസന വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങളിൽ 8 മാസത്തെ പ്രീ എൻട്രി ട്രെയിനിങ് ആവശ്യമാണ്. ട്രെയിനിങ് പൂർത്തിയായി വരുന്നവർക്ക് 35,600 മുതൽ 75,400 വരെയുള്ള സ്കെയിലിലാണ് ശമ്പളം. അതായത് ഉദ്ദേശം 49,000-നടുത്ത് രൂപയാണ് ആദ്യത്തെ ശമ്പളമായിട്ട് ലഭിക്കാൻ പോകുന്നത്. പ്രൊമോഷൻ സ്കോപ്പ് ആണെങ്കിൽ വളരെ പ്രൊമോഷൻ സ്കോപ്പുള്ള ഒരു വകുപ്പാണിത്. നേരത്തെ തന്നെ ഇതൊരു സാങ്കേതിക വകുപ്പാണെന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ പരിശീലനം കൂടി നേടിക്കഴിയുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് പ്രൊമോഷൻ ലഭിക്കും. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറായി കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, ഡയറക്ടർ വരെ ആകാനുള്ള ചാൻസ് സാങ്കേതിക പരിശീലനം ലഭിച്ചവർക്ക് തീർച്ചയായിട്ടും ലഭ്യമാണ്. ഓക്കെ സർ. സർ, വരാനിരിക്കുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ആസ്പിറൻസിനോട് സാറിന് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? വരാനിരിക്കുന്ന പരീക്ഷയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി, മുന്നൊരുക്കത്തോടുകൂടി തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കൂടുതൽ അപേക്ഷകരുള്ള ഒരു തസ്തികയായിരിക്കും ഇത്. സ്വാഭാവികമായിട്ട് ചിട്ടയായ പരിശീലനവും നല്ല സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെ ഉപയോഗിച്ച് കൃത്യമായ പ്രിപ്പറേഷനോടുകൂടി പരീക്ഷ എഴുതെങ്കിൽ മാത്രമേ ഉന്നതമായിട്ടുള്ള റാങ്കുകളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അപരിചിതമായ ഒരു ഡയറി സയൻസ്, അതിൻ്റെ ബേസിക് ആണെങ്കിൽ പോലും ഡയറി സയൻസ് എന്നുള്ള ഭാഗം കൂടി ഈ പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. സ്വാഭാവികമായി വളരെ നേരത്തെ തന്നെ കൃത്യമായ സ്റ്റഡി മെറ്റീരിയലോടുകൂടി
സാങ്കേതിക വിദഗ്ധർ നടത്തുന്ന പരിശീലനങ്ങളിൽ തന്നെ പങ്കെടുത്ത് നടത്തിയെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലെ മേലിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഉന്നത റാങ്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ പരിശീലനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വിഷയത്തിനും പുതിയ കോൺസെപ്റ്റ് അനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പാറ്റേണിലുള്ള പരിശീലനം, പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള പരിശീലനം നടത്തുന്നതിനെ സഹായിക്കുന്ന തരത്തിൽ സാങ്കേതിക വിദഗ്ധന്മാരും മികച്ച അധ്യാപകരുമുള്ള ഡയറി രംഗത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉള്ള പരിശീലന പരിപാടിയിൽ തന്നെ പങ്കെടുത്ത് അച്ചടക്കത്തോടും മുന്നൊരുക്കത്തോടും കൂടി പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയൂ. അങ്ങനെ നിങ്ങളെല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കട്ടെ, മുൻപന്തിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്രയും വിശദമായി നമുക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയെ പറ്റിയും അതിലെ ജോലി സാധ്യതകളെ പറ്റിയും എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മളോട് സംസാരിച്ച സാറിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓരോ വിഷയത്തിലും ദീർഘകാല എക്സ്പീരിയൻസും പരിചയവുമുള്ള അധ്യാപകരും പ്രൊഫസർമാരും ഡയറി എക്സ്പേർട്ടുകളും ഒരുമിച്ച് നേതൃത്വം നൽകുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യാനായി നിങ്ങൾക്കുടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.